അടുത്തത് യെസ്, കുട്ടികളുടെ പാട്ടിലേക്കല്ല പോവാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ആ ആരാണെന്നല്ലേ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ഒരു ആണാണ്, ആ, ഒരു അതുല്യ പ്രതിഭ, ഓ, ഒരു വലിയ കലാകാരൻ, ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആ, ഒരാളാണ്. ഇനി ഒരു ക്ലൂവും കൂടെ തരാം. പണ്ട് നമ്മുടെ ദൂരദർശനിലെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, മേരി ആവാസ് സുനോ. അതിലെ വിന്നർ കൂടെയാണ്. ഓക്കെ, പ്ലേബാക്ക് സിംഗർ നമ്മുടെ സ്വന്തം പ്രദീപ് സോമസുന്ദരം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. എന്റെ കൺമണിക്കോ നിറയഴക്, സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. അമൃത ടിവിയുമായിട്ട് ഒരു ബന്ധമുണ്ട്, നമുക്ക് അതാദ്യം ചോദിക്കാം അല്ലേ? അമൃത TV തുടങ്ങിയ കാലം മുതൽ ബന്ധമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സൂപ്പർ സ്റ്റാർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. സൂപ്പർ സ്റ്റാറുമായി ബന്ധമുണ്ട്. 2, അതെ, സൂപ്പർ സ്റ്റാർ 2ന്റെ പ്രിലിമിനറി റൗണ്ട് ജഡ്ജായിരുന്നു ഞാൻ. അപ്പൊ അന്ന് പാടിയിരുന്ന കുട്ടികളൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ പാടുന്ന സമയത്ത് ഞാൻ കേൾക്കായിരുന്നു, ഇത്രയും കഴിവ് ഉള്ള കുട്ടികളാണ് ഇവിടെ പാടുന്നത്. സാർ, എന്തായാലും റിയാലിറ്റി ഷോ വിന്നർ ആയിരുന്നു ഞാനിവിടെ പറയായിരുന്നു, നമ്മുടെ മേരി ആവാസ്. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ടിപ്സ്, എന്തെങ്കിലും ഒരു എൻകറേജ്മെന്റ്, എന്തെങ്കിലും? ഞാൻ പാടിയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോയിലൊക്കെ പാടിയിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ല. ഇവരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊക്കെ ആദ്യം റിയാലിറ്റി ഷോയിൽ പോകുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ആകെ ഫസ്റ്റ് ഞാൻ ആ ഓഡിഷൻ സമയത്ത് എനിക്ക് തീരെ നന്നായി പാടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിലെഴുത്തെന്നൊക്കെ പറയില്ല, എന്നെ തിരിച്ച് വിളിച്ച് പിന്നെ വീണ്ടും പാടി, പിന്നെ ഞാനത് ജയിക്കുകയുണ്ടായത്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. അന്ന് ഇവരൊക്കെ ആദ്യം മുതലേ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഇവർക്ക് എന്ത് ഉപദേശം കൊടുക്കാനാണ്? എല്ലാവരും നന്നായി പാടുന്നുണ്ട്, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇതേപോലെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൂടുതൽ നന്നായി പാടാമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. എന്തായാലും വളരെ പ്രതിഭാശാലികളായ കുട്ടികളാണ് എല്ലാവരും. പ്രദീപ് സാർ, നമ്മൾ പറയായിരുന്നു ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന്. എസ്പെഷ്യലി ഇപ്പൊ എടുത്ത് പറയണെങ്കിൽ രവീന്ദ്ര മാസ്റ്റർ അല്ലേ? എങ്ങനെയായിരുന്നു മാസ്റ്ററുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത് മാളാരവിന്ദൻ ചേട്ടൻ വഴിയാണ്. അപ്പം മാസ്റ്ററിന്റെ പാട്ടുകൾ കേട്ടിട്ട് എന്നോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസിലേക്ക് മാളച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ എന്നോട് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ വീടിന്റെ നേരെ മുമ്പിൽ താമസിക്കാനിടയായി. ഓപ്പോസിറ്റ് ആയിട്ട് മാഷിനെ. അതെ, അന്ന് നമ്മുടെ അണ്ണാച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടിയ ഒരു ഓണപ്പാട്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ പൊന്നുമോനോടത്ത് എന്ന് പറയുന്ന ഒരു പാട്ട്. അത് ശരത്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമിങ് ചെയ്തത്. അപ്പോൾ അത് ഇന്നും ഓർക്കുന്നു, നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാഷ് എന്നെ ഒരുപാട് പാട്ടുകൾ അന്ന് ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത് എൻ്റെ ജോലി പോയി. അതോടുകൂടി എൻ്റെ സിനിമാ ജീവിതവും ഒക്കെ അതെല്ലാം അവസാനിച്ചു അവിടെ. ഞാൻ അങ്ങനെ പാടി വരുമായിരുന്നു, ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്താണ് അത് ഉണ്ടായത്, ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ. അത് 2.5 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജോലി പോയി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെയാണ് മേരി ആവാസ് സുനോ സംഭവിക്കുന്നതും. പിന്നെ തിരിച്ചെന്നെ വിളിച്ചത് രവീന്ദ്രൻ മാഷ് തന്നെയാണ്. രവീന്ദ്രൻ മാഷ് ആദ്യത്തെ എൻ്റെ റിലീസായ സിനിമ മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ, പിന്നെ കല്യാണ പിറ്റേന്ന്, പിന്നെ ജോൺസൺ മാഷിന്റെ മാനസം, അങ്ങനെ ഒരുപാട് നിരവധി സിനിമകൾ ഞാൻ പാടി. ഇതൊക്കെയാണ് എൻ്റെ സിനിമ. അതിൽ ട്രാക്ക് പാടിയത് ഞാനാണ്. അതിന്റെ പഴം തമിഴ് പാട്ടും ഒരു മുറൈ വന്ന് പാർത്തായ, ഇത് രണ്ടും ഞാൻ തന്നെ പാടിയത്. അത് പ്രേക്ഷകരെ കേൾക്കുന്നതിന് മുമ്പേ കേട്ടു. അതെ, അല്ല, അത് നേരിട്ട് MG രാധാകൃഷ്ണൻ സാറിന്റെ ഇന്ന് പഠിക്കാൻ ഭാഗ്യം ഉണ്ടായി. L വൈദ്യനാഥനായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിരുന്നത്. അത് കോതണ്ടപാടി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തത്. ഇതിപ്പോ സ്റ്റുഡിയോ തന്നെ ഇല്ല, അവിടെ സ്റ്റുഡിയോകളെ ഇല്ലാതെ. അതെ, അതെ. ഈ ഒരു പ്രൊഫസർ ജോലിയിലേക്ക് കയറുന്നത് അത് ഞാൻ ഗായകനിലപ്പുറം ഒരു പ്രൊഫസർ കൂടെയാണ്. റിട്ടയർഡ്, ഇപ്പൊ പ്രൊഫസർ എന്ന് പറയാൻ പറ്റില്ല, റിട്ടയർഡ് പ്രൊഫസർ അല്ല, റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ്. ഞാൻ വർക്ക് ചെയ്ത് IHRDയിലാണ്, കേരള ഗവൺമെന്റിന്റെ. 94 മുതൽ കഴിഞ്ഞ ഈ വർഷം 2025 വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ 96 മേരി ആവാസ് സുനോക്ക് ജയിക്കുമ്പോൾ ഞാൻ അവിടെ കോട്ടയത്തായിരുന്നു, പുതുപ്പള്ളിയിൽ. പിന്നെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ബാക്കിയുള്ള എൻ്റെ കരിയറിന്റെ സമയം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രദീപ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? സാർ, ഏത് പാട്ടാണ്? ഞാൻ പാടുന്നത് ബാബുക്കയുടെ സുറുമ എഴുതിയ
സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ സൂപ്പർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇതൊരു സന്തോഷം. അത് ഒന്നാമത് ആ പാട്ടും പിന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികൾ കേട്ടോ, നിങ്ങൾ പാടിയ പല പാട്ടുകളുടെയും ട്രാക്കൊക്കെ പാടിയിട്ടുള്ളത് സാറാണ്. ഞാൻ പറയായിരുന്നു മറ്റേ വാർമുകിലെ എന്നുള്ള പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയത്. അതെ. പിന്നെ മറ്റേ മഴയിലത്തെ മറ്റേ ആഷാഢം പാടുമ്പോൾ കുറെ ഓർമ്മകളുണ്ട്, നല്ല നല്ല ഓർമ്മകളുണ്ട്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും താങ്ക്സ്. കുട്ടികളുടെ പാട്ടുകൾ കേൾക്കാനും നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.